ഗവർണർ ഭരണത്തിന് സുപ്രീം കോടതി തടയിട്ടു എന്നാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. എന്ന് പറഞ്ഞാൽ ഗവർണർ ആ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്നാണ് വ്യംഗ്യമായ ഒരു സൂചന. അങ്ങനെയാണ് മനസ്സിലാക്കുക? അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എനിക്ക് നോക്കിയത് എന്തോ വലിയ സംഭവമാണ് എന്ന് തരത്തിൽ വാർത്ത വരുന്നുണ്ട്. ചെറിയ സംഭവമല്ല എന്ന് പറയുന്നത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഗവർണർക്ക് ഒരു സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി ഗവർണർക്ക് കൊടുത്തു. ഗവർണർക്ക് കൊടുത്താൽ ഗവർണർ അത് വെച്ച് താമസിപ്പിക്കും. ഇപ്പോൾ തമിഴ്നാട് സർക്കാരിലെ തമിഴ്നാട് ഗവർണർ രവി തമിഴ്നാട് സർക്കാർ പാസ്സാക്കിയ പല ബില്ലുകളും വെച്ചുകൊണ്ടിരിക്കുന്നു. കാലങ്ങളായി വർഷങ്ങൾ വരെ എടുക്കുന്നു. കേരളത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത്. അതിനൊരു അറുതി വരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അല്ല ഗവർണറുടെ എല്ലാ അധികാരങ്ങളും എടുത്തു കളഞ്ഞു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു നിയമസഭ ജനങ്ങളുടെ ഹിതമാണ് തീരുമാനിക്കുന്നത്. നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയാൽ 3 മാസത്തിനാവും ഗവർണർ തീരുമാനമെടുക്കണം. അത് ഇതുവരെ അങ്ങനെ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നില്ല. ഗവർണർക്ക് 3 മാസം കഴിഞ്ഞിട്ട് അത് തള്ളാം, വീണ്ടും മടക്കി അയക്കാം. മടക്കി അയച്ചാൽ വീണ്ടും നിയമസഭ കൂടിയാൽ 1 മാസത്തിനാവും തീരുമാനമെടുക്കണം. അങ്ങനെ ആദ്യത്തെ തവണ പാസ്സാക്കിയാൽ 3 മാസത്തിനുള്ളിലും, രണ്ടാം തവണ ഗവർണർ നിരസിച്ചു കഴിഞ്ഞ് വീണ്ടും പാസ്സാക്കിയാൽ വിതിൻ 1 മന്ത് തീരുമാനം എടുത്തിരിക്കണം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഘടകമുണ്ട്. പിന്നെയുള്ള കാര്യം, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ എന്തു ചെയ്യും? ഈ രണ്ടാം തവണയും അയച്ചു, രണ്ടാം തവണയും നിയമസഭ പാസ്സാക്കി കൊടുത്തു. ഗവർണർ എന്ത് ചെയ്യും? അത് തീരുമാനം എടുക്കാതെ രാഷ്ട്രപതിക്ക് വിടും. ആ പരിപാടി പറ്റൂല എന്ന് പറഞ്ഞു. എപ്പോൾ? രണ്ടാം തവണ ആദ്യം ഗവർണർ തള്ളിക്കഴിഞ്ഞിട്ട് വീണ്ടും നിയമസഭ പാസ്സാക്കി അപ്പോഴും തീരുമാനം എടുക്കാതെ രാഷ്ട്രപതിക്ക് വിടുന്ന പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഗവർണർക്ക് ഇനി അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന തരത്തിൽ ഉള്ള വ്യാഖ്യാനമാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയല്ലല്ലോ, ഗവർണർക്ക് അത് മറികടക്കാനുള്ള ഒരു പഴുതുണ്ട്. ആദ്യ തവണ ബില്ല് പാസ്സാക്കി 3 മാസം ഗവർണർ കൈവച്ചിരിക്കും. 3 മാസം ആകാൻ 2 ദിവസം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അത് രാഷ്ട്രപതിക്ക് വിട്ടാലോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മാത്രമല്ല, സുപ്രീം കോടതി പറയുന്നുണ്ട്, ഒരു ബില്ല് രാഷ്ട്രപതിക്ക് വിട്ടാൽ ആ നിയമം റദ്ദായതായി കണക്കാക്കണം. രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം അല്ലേ? രാഷ്ട്രപതിക്ക് റദ്ദാക്കാം. രാഷ്ട്രപതി ഇനി തീരുമാനം എടുക്കണ്ട. അതിനു മുമ്പ് തന്നെ രാഷ്ട്രപതിക്ക് ഗവർണർ അയക്കുന്ന ആ നിമിഷം ആ ബില്ല് റദ്ദായതായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ അധികാരം അത് ഇൻടാക്റ്റായിട്ട് തുടരുകയല്ലേ? ഒരു ബില്ല് അംഗീകരിക്കണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ഒരു കുറവും വരുന്നില്ല. അതായത് ഇപ്പോൾ കേരള നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി ഗവർണർക്ക് അയച്ചു. ഗവർണർ അത് 3 മാസത്തിനകം തീരുമാനം എടുക്കണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഗവർണർ അപ്പോൾ എന്ത് ചെയ്യുന്നു? 1 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ബില്ല് കിട്ടി 1 മാസം കൊണ്ട് പഠിച്ചിട്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ മേടിച്ചിട്ട് ഇത് രാഷ്ട്രപതിക്ക് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് നേരത്തെ കാത്തിരിക്കണമായിരുന്നു. നേരത്തെ കേരളത്തിൽ രാഷ്ട്രപതിക്ക് വിട്ട 1-2 ബില്ലുകൾ രാഷ്ട്രപതി അംഗീകാരം കൊടുത്തായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്ത്. ഓർക്കുന്നില്ലേ? അതെ. ഇനിയിപ്പോൾ അതും വേണ്ട. സുപ്രീം കോടതിയുടെ വിധി ഇതുവരെ മനസ്സിലാക്കിയതനുസരിച്ച്, ഫുള്ള് നമ്മൾ കണ്ടിട്ടില്ല, ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ച് ഗവർണർക്ക് അയച്ചാൽ അത് റദ്ദാക്കിയതായി കണക്കാക്കണം. രാഷ്ട്രപതിയുടെ തീരുമാനം വരുന്നവരെ കാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ ജയിക്കുക? ഗവർണറോ സർക്കാരോ? ഗവർണർ തന്നെയാണ്. ഗവർണർക്ക് ഇപ്പോഴും ബില്ല് രാഷ്ട്രപതിക്ക് വിട്ടുകഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ അവസ്ഥ കോഞ്ഞാട്ട തന്നെയാണ്. പിന്നെ ആകെയുള്ള മെച്ചം എന്ന് പറയുന്നാൽ ഈ പറഞ്ഞതുപോലെ ഗവർണർ എത്ര കാലത്തിനകം തീരുമാനിക്കണമെന്ന് സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം ഉണ്ടാക്കി എന്ന് പറയാം. ഇപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുച്ഛേദം 153, 154 വകുപ്പുകൾ അനുസരിച്ചാണ് ഗവർണറെ നിയമിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ ശില്പികൾ വളരെ കാര്യമായി ചർച്ച ചെയ്തു തന്നെയാണ് ഗവർണർ എന്നുള്ള പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ പറയുന്ന പോലെ ഗവർണർ അനാവശ്യമാണ്. കാരണം ദീർഘമായി 2 വർഷത്തിലേറെ സമയമെടുത്ത് ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. ഭരണഘടനയുടെ കുത്തും കോമയും പോലും എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത്രയും ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ആർട്ടിക്കിൾ 153, 54 വകുപ്പുകൾ. വകുപ്പെന്ന് പറയത്തില്ല, അനുച്ഛേദ പ്രകാരമുള്ള ഗവർണർ പദവി. അത് ഒറ്റ ദിവസം കൊണ്ട് റദ്ദാക്കണമെന്നാണ് ഇവിടെ ചില വിദ്വാന്മാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവർണർ വേണം. കാരണം ഇന്ത്യയെ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിട്ട് കരുതിയിട്ടുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു നിയന്ത്രണം വേണം എന്ന് കണക്കാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയെ പോലെ രാഷ്ട്രപതി അയക്കുന്നതാണ് സംസ്ഥാന ഗവർണർ. സംസ്ഥാന ഗവർണറാണ് ആർട്ടിക്കിൾ 154, 154 പ്രകാരം ഒരു സർക്കാരിൻ്റെ ഭരണഘടനാ തലവൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. എക്സിക്യൂട്ടീവ് ഹെഡാണ് മുഖ്യമന്ത്രി. എക്സിക്യൂട്ടീവ് ഹെഡാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. അപ്പോൾ സത്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൂടെ നല്ല സമവായത്തിൽ പോകുന്നതാണ് എപ്പോഴും സംസ്ഥാന സർക്കാരിന് നല്ലത്. പക്ഷെ അനാവശ്യമായി
ഉള്ള ഈഗോ ക്ലാഷ് എങ്ങനെയാണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതെന്ന് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അതെ, അതുതന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്. അനാവശ്യമായ ഈഗോ, അനാവശ്യമായ രാഷ്ട്രീയവൽക്കരണമൊക്കെയാണ് പലപ്പോഴും ഗവർണറെയും സംസ്ഥാന സർക്കാരിനെ തമ്മിൽ തെറ്റിക്കുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായി പോവാം. ഇപ്പോൾ ഞങ്ങൾ ഈ നിയമം പഠിക്കുമ്പോൾ, ഞാൻ ലോ ഗ്രാജുവേറ്റ് ആണെന്ന് അറിയാമല്ലോ, നിയമം പഠിക്കുമ്പോൾ രാഷ്ട്രപതി, ഗവർണർ തുടങ്ങിയവരുടെ അധികാരങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകൻ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അതിവിപുലമായ അധികാരങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. രാഷ്ട്രപതി കസേരയിലിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് ഒരു മെഷീൻ ഗൺ വെച്ചിട്ടുണ്ട്. നിറയെ ലോഡഡാണ്, ബുള്ളറ്റുകളുള്ള മെഷീൻ ഗൺ, വളരെ ഏറ്റവും ആധുനികമായ മെഷീൻ ഗൺ. അതെടുത്ത് രാഷ്ട്രപതിക്ക് ആരെ വേണമെങ്കിലും വെടിവെക്കാം, അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ രാഷ്ട്രപതിയുടെ 2 കൈയും കെട്ടിയിരിക്കുകയാണ്. ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഭരണഘടന രാഷ്ട്രപതിക്ക് നൽകുന്ന പൊസിഷൻ. അതിവിപുലമായ അധികാരങ്ങളുണ്ട്, പക്ഷേ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ആര് ചെയ്യണം? ഈ കൈയുടെ കെട്ടഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് തോക്കെടുത്ത് കൈ കൊടുത്ത് വെക്കടാ വിടി എന്ന് പറയണം. അതാണ്, അങ്ങനെ വെക്കടാ വിടി എന്ന് പറയാൻ, അല്ലെങ്കിൽ കൈയുടെ കെട്ടടിക്കാൻ അധികാരമുള്ള ആളാണ് പ്രധാനമന്ത്രി. കാരണം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ, മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രപതിക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ മന്ത്രിസഭയുടെ ഇച്ഛയ്ക്കനുസരിച്ച്, മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ച് വിനിയോഗിക്കാൻ രാഷ്ട്രപതിക്ക് കഴിയുള്ളൂ. ഏതാണ്ട് അതിന് തുല്യമാണ് സംസ്ഥാന സർക്കാരുകളും. സംസ്ഥാന ഗവർണർക്കും അധികാരങ്ങളുണ്ട്, പക്ഷേ ആ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അനുസരിച്ചാണ്. സംസ്ഥാന മന്ത്രിസഭ പറയുന്നത് കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ഗവർണറുടെ റോൾ. ഇവിടെ ചിലയിടത്ത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരും. അപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ഒരു തീരുമാനം ഗവർണർക്ക് എത്രത്തോളം മാറ്റിവെക്കാൻ കഴിയും എന്ന ആ പോയിന്റിലാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശരിയാണ്, ഗവർണർക്കാണെങ്കിലും സംസ്ഥാന നിയമസഭകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ജനഹിതത്തിൻ്റെ ജനഹിതത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് നിയമസഭകളുടെ തീരുമാനം എന്ന് പറയും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നുമല്ല നിയമസഭ തീരുമാനിക്കുന്നത്, എന്ന് വേറെ കാര്യം. ഏതായാലും ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ എടുക്കുന്ന തീരുമാനങ്ങളെ ഗവർണർ എന്ന് പറയുന്ന ജനങ്ങൾ തെരഞ്ഞെടുക്കാത്ത ആളാണ് ഗവർണർ. രാഷ്ട്രപതി പോലും ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. പക്ഷെ ഗവർണർ ആവണം ഇതൊന്നും വേണ്ട. 35 വയസ്സ് കഴിഞ്ഞ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള, മാനസികാരോഗ്യമുള്ള ആർക്കും ഗവർണറാകാം എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ പറഞ്ഞ പോലെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലാതെ വരുന്ന ഒരാളാണ്. ആ ആൾക്ക് എത്രത്തോളം ഈ ജനസഭകളുടെ തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു ലാർജർ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാം നിയമസഭ പറയുന്നത് പോലെ, സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ മാത്രം നടപ്പാക്കാനാണെങ്കിൽ ഒരു സുരക്ഷ, ഈ പ്രഷർ കുക്കറിൻ്റെ വാൽവില്ലേ, അധിക സമ്മർദ്ദം വരുമ്പോഴത്തേക്ക് ഗ്യാസ് പുറത്തേക്ക് ചുറ്റിപ്പോകുന്നതിനുള്ള ഒരു സംവിധാനം, അതുപോലെ ഇടയ്ക്ക് വെച്ചൊന്ന് പിടിക്കാൻ ഒരു ബ്രേക്ക് വേണം എന്ന് കേന്ദ്രം തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, കേന്ദ്രമല്ല ഭരണഘടന തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ വന്നത്. ഗവർണർമാരുടെ അധികാരങ്ങൾ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോഴത്തെ വിധിയെ വ്യാഖ്യാനിക്കാമോ എന്നൊരു സംശയമുണ്ട്. കാരണം വിധി നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല. വന്നത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് പരിക്കൊന്നുമില്ല. ഇനിയും ഗവർണർക്ക് ബില്ലുകൾ പിടിച്ചു വെക്കാം. ബില്ലുകൾ പാസ്സാകാതിരിക്കാൻ ആ ബില്ലുകൾ എന്ത് ചെയ്യാം? 2ാം തവണ വീണ്ടും നിയമസഭ പാസ്സാക്കി അയച്ചു കൊടുത്താൽ രാഷ്ട്രപതിക്ക് വിടല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ തവണ തന്നെ സർക്കാരിൻ്റെ നിയമസഭയുടെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്ന നിമിഷം മുതൽ അത് റദ്ദാക്കിയതായി കണക്കാക്കപ്പെടണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ രാഷ്ട്രപതിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വേറൊന്നുള്ള സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പറയാൻ സുപ്രീം കോടതിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം രാഷ്ട്രപതിക്ക് എന്തുകൊണ്ട് ഗവർണർ മാത്രമല്ലോ ഈ തർക്കത്തിൽ വരുന്നത്? ഗവർണർ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി എപ്പോൾ തീരുമാനിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. രാഷ്ട്രപതി അത് 2 മാസത്തിനകം തീരുമാനം എടുത്തിരിക്കണം അല്ലെങ്കിൽ 3 മാസത്തിനകം തീരുമാനം എടുത്തിരിക്കണം എന്നൂടെ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് പറഞ്ഞു നോക്കാൻ. പക്ഷേ അതിനുള്ള ധൈര്യം സുപ്രീം കോടതി ഈ വിധി കാണിച്ചിട്ടില്ല. കാരണം രാഷ്ട്രപതിക്ക് ഒരു ഉത്തരവ് കൊടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്നൊരു തർക്ക വിഷയമാണ്. ഏതായാലും ഇതിനകത്ത് ഈ തർക്കത്തിൽ സംസ്ഥാന നിയമസഭ, സംസ്ഥാന സർക്കാർ, ഗവർണർ, ആ തർക്കത്തിൽ രാഷ്ട്രപതി കൂടെ ഒരു പാർട്ടിയാണ്. കാരണം ഗവർണർമാർ പലപ്പോഴും ചെയ്ത് ബില്ലെടുത്തിട്ട്
കുറേ കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് രാഷ്ട്രപതിക്ക് അയക്കും. അപ്പോൾ ശരിക്കും ഗവർണർ പറയുന്നതിനെ കണ്ണടച്ച് രാഷ്ട്രപതി വിശ്വസിക്കുമെന്ന് പറയാൻ പറ്റും. രാഷ്ട്രപതിക്കും ഒരു ലീഗൽ സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് ഗവർണർക്ക് അയച്ചു കൊടുത്താൽ ഗവർണർ ചുമ്മാ എടുത്ത് തള്ളുവല്ല പതിവ്. ഗവർണർ സ്വന്തം ലീഗൽ ഡിപ്പാർട്ട്മെന്റ്, ഗവർണർക്ക് ലീഗൽ അഡ്വൈസറും ലോ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, അല്ലെങ്കിൽ നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടിയിട്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. രാഷ്ട്രപതിക്ക് കിട്ടിയാൽ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇതിവിടെ തർക്കത്തിലുള്ളത് ഒരു പാർട്ടി, നിയമസഭ, സംസ്ഥാന സർക്കാർ, ഗവർണർ. അപ്പോൾ ഗവർണർമാർ ഇത് രാഷ്ട്രപതിക്ക് കൊടുക്കുമ്പോൾ രാഷ്ട്രപതി ഒരു പാർട്ടിയാണ്. രാഷ്ട്രപതിയെ ഒരു പാർട്ടിയാക്കി അതാ പിന്നെ രാഷ്ട്രപതിയും ഇങ്ങനെ ചെയ്യണമെന്ന് സുപ്രീം കോടതി ആ ഘട്ടത്തിലേക്ക് കടന്നില്ല. കടക്കാത്തത് ഒരു പക്ഷേ ഒരു മര്യാദ വെച്ച് രാഷ്ട്രപതിയെ പോലെയുള്ള ഒരാളെ സുപ്രീം കോടതി ഒരു ഉത്തരവ് കൊടുക്കുക അനുചിതമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് കൊടുത്താൽ അപ്പോൾ തന്നെ അത് റദ്ദായതായി കണക്കാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തത്തിൽ നക്ഷൽ എടുക്ക് നോക്കുമ്പോൾ ഗവർണർക്ക് ഒരു സമയപരിധി വെച്ചു എന്നതൊഴിച്ചാൽ ജയിച്ചത് ഗവർണർ തന്നെയാണെന്നാണ് മനസ്സിലാക്കാം എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഗവർണർക്ക് ഇനിയും ചെയ്യാം, ഇനിയും വെച്ച് താമസിപ്പിക്കാം, 3 മാസം വരെ വെച്ച് താമസിപ്പിക്കാം. എന്നിട്ട് ആദ്യത്തെ തവണ തന്നെ അത് രാഷ്ട്രപതിക്ക് വിട്ടാൽ ഗവർണർ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും. അല്ലാതെ ഇവിടെ പിണറായിസ്റ്റുകൾ കിടന്ന് തുള്ളുന്നത് പോലെ ഗവർണർമാരുടെ പല്ലും നഖവും പറിച്ച് എന്ന് തുള്ളിച്ചാടുന്നത് കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.